റെഡി 1 2 3 ഹലോ ഗൈസ് തൂത്തം പറഞ്ഞില്ലേ ഒന്നൂടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ത് ചെയ്യാനാ ഞാൻ ബ്രൂട്ടീസ് ചെയ്യാറില്ല ഗൈസ് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഉമ്മച്ചൻ്റെ ഷെയ്ഡല്ല വെറുതെ എടുത്ത് പറ്റി ബില്ല് കൊടുത്തേക്കാം ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മീനലക്ഷ്മി ഇന്ന് ആക്ച്വലി എൻ്റെ സൗണ്ടൊക്കെ നല്ലപോലെ മാറിയിരിക്കുകയാണ് ഈ ഒരു ദിവസങ്ങൾ ഫുള്ള് നല്ല ഓട്ടമാണ് എല്ലാ വീഡിയോസും ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിച്ചൻ്റെ കല്യാണം വീടിൻ്റെ കെയർ താമസം ഇതെല്ലാം ആയിട്ട് നമ്മൾ നല്ല ഓട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള ഓട്ടത്തിലാണ് എല്ലാത്തിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഉണ്ണിച്ചേട്ടൻ്റെയും ദർശനയുടെയും സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ദർശനെ ചെറുതായിട്ടൊന്ന് റെഡി ആക്കുന്നുണ്ട് ഉണ്ണിച്ചേട്ടനും ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവരുടെ ഷൂട്ട് നമുക്ക് കാണാം ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ഹലോ അപ്പം നമ്മൾ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവാൻ പോവുകയാണ് ഇന്ന് നമ്മളത്തെ ഔട്ട്ഫിറ്റ് ആദ്യം അവർ വിചാരിച്ചത് ഒരു ട്രഡീഷണൽ ടൈപ്പ് ചെയ്യാമെന്നാണ് അപ്പോൾ പിന്നെ കിരൺ ചേട്ടൻ പറഞ്ഞു ലൈക്ക് കല്യാണത്തിനാണേലും നമ്മൾ സാരിയാണ് ഉടുക്കണേ എല്ലാത്തിനും ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആണല്ലോ മോഡേൺ ആയിട്ടുള്ള ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മോഡേൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഫുൾ കോളർ വൈറ്റ് ഇതും ഇന്നലെ ഞങ്ങൾ ഓടി നടന്ന് വാങ്ങിച്ചൊരു പാൻറ്റാണ് അത് ലാസ്റ്റ് മിനിറ്റ് ഓടി നടന്ന് വാങ്ങിച്ചൊരു പാൻറ്റാണിത് അപ്പോൾ ഇതുമാണ് ഇടുന്നത് ഞാൻ ജസ്റ്റ് അവളുടെ ഹെയർസൊക്കെ ഒന്ന് കേൾ ചെയ്ത് ഒരു ലൂസ് കേൾസ് പോലെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ ഞാൻ പ്രൊഫഷണൽ ഒന്നുമല്ല എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങ് തിരിച്ചാക്കാം നമുക്ക് മാക്സിമം നോക്കാം കേട്ടോ ഇവിടെ സാധാരണ അത്രയൊന്നും ഒരുങ്ങാറില്ല പക്ഷെ ഞാൻ ഒരുങ്ങാറുണ്ട് അപ്പം ഞാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വെറുതെ ഒരു രസം നമ്മൾ ഒരുങ്ങി നിൽക്കാമല്ലോ ഇടയ്ക്കൂടെ ആ ചേട്ടന് നമ്മുടെ 2 ഫോട്ടോ എടുക്കാൻ തോന്നി അനീഷറിനെ പിടിച്ചിട്ട് 2 ഫോട്ടോ എടുക്കാമല്ലോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ യൂഷ്വലി ഇതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് മാമാർത്തിൻ്റെ ഒരു CC സെറം ഉണ്ട് ഇത് തീർന്നു ഇനി ഇതിനകത്തൊന്നും ഒന്നുമില്ല അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ തേക്കണം ഇതിനകത്തൊന്നും ഇങ്ങനെ വെച്ചാലും കിട്ടത്തില്ല ഈ ഒരു ഷെയ്ഡ് ഫുൾ എൻ്റെ തീർന്നു പക്ഷെ നമുക്കിത് കുറച്ച് മതി ജസ്റ്റ് ഫൗണ്ടേഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോകണം ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ക്രീം തേക്കുന്ന പോലെ തന്നെ ഇത് തേച്ചാൽ മതി കൺസീലർ ഉണ്ടോ ഇല്ല ഞാൻ കൺസീലർ യൂസ് ചെയ്യാറില്ല ഇല്ല എന്ത് ചെയ്യാനാ ഞാൻ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല ഗൈസ് ഇനി അടുത്തത് നമുക്ക് ഐബ്രോ ചെയ്യാം ഇപ്പം നിങ്ങൾ കണ്ടോണം ദേ എൻ്റെ ഐബ്രോസ് കണ്ടല്ലോ കട്ട് ഞാൻ ഇനി അടുത്ത് വരുന്നതാണ് ദേ ഇത് കണ്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ഇനി ഇതിങ്ങനെ വെച്ചു ഓൾറെഡി ദർശന രാവിലെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് കണ്ണ് എഴുതിയിട്ടുണ്ട് അപ്പം അത് തന്നെ മതിയായിരിക്കും ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് ഓക്കെ അപ്പം അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇടാനുള്ളത് ലിപ്സ്റ്റിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാമാ എർത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് 9 ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇത് കണ്ടോ ഇതൊരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഭയങ്കര ഇൻറ്റൻസ് മാറ്റ് ഫിനിഷ് ഇത് ക്രാൻബെറി ഷെയ്ഡാണ് കേട്ടോ ക്രാൻബെറി ക്രഷ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ബാക്കി ഷെയ്ഡ്സ് ഞാൻ എന്നെ കാണിച്ചു തരാം ഏത് ഷെയ്ഡാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നീ ചൂസ് ചെയ്തോ ഇത് അത്യാവശ്യം ഒരു 8 hour ലോങ് സ്റ്റേ കിട്ടുന്നതാണ് പിന്നെ ഇതിനകത്ത് മുറുമുറ ബട്ടറും വിറ്റാമിൻ ഇ ഉള്ളത് കാരണം ഡ്രൈ ആവത്തില്ല അപ്പോൾ നമ്മൾ ചില ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കിന് ഡ്രൈ ആയി ഫ്ലേക്ക് വരത്തില്ലേ അപ്പോൾ അത് ഇത് അതുപോലെ വരത്തില്ല ഇപ്പം നമുക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് ഇതിനകത്ത് നിനക്ക് ഏത് ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കും ഇനി എനിക്കുള്ളതെല്ലാം അവൾക്കാം അതൊക്കെ ഞാൻ ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷെ ഡ്രസ്സ് മാത്രം ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടി ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും പക്ഷെ എൻ്റെ ടീഷർട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു എനിക്കൊന്ന് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഒത്തിരി ഡാർക്ക് പോവാത്തായിരിക്കും നല്ലത് അല്ലേ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റും നല്ല ഷെയ്ഡായത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഔട്ട്ഫിറ്റിലൂടെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇതിന് 399 ആണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ആക്ച്വലി ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും purple.com ഒക്കെ അവൈലബിൾ ആണ് ഇപ്പം മാമാർത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളൊക്കെ കുറേ സ്ഥലത്ത് സ്റ്റോഴ്സും ഉണ്ട് അപ്പം അവിടെ നിന്ന് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ
പ്രാവശ്യം ലുലു മോളിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ എൻ്റെ കൂപ്പൺ കോഡുണ്ട്, MELA2024 എന്നാണ് കൂപ്പൺ കോഡ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ ആപ്പിലും സൈറ്റിലും ഒക്കെ ഒരു 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഒനിയൻ ഷാംപൂവിൻ്റെ മാമാർത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈവൻ ബ്രാൻഡ്സിന് കുറേയധികം ഫീഡ്ബാക്സ് വന്നു. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും. അവർ ആ ഒരു ഒനിയൻ ഷാംപൂവിനെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു അടിപൊളി ക്വാളിറ്റി സാധനമായിട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫീഡ്ബാക്സ് അവരെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹെയർ ചെയ്യാം. യെസ്, അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളൊന്നും അല്ല, പക്ഷേ ഞാൻ എൻ്റെ ഹെയർ സ്വന്തമായിട്ട് കേൾസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തരാം. സെറ്റ് ആവുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ഇത് 2 പാർട്ടീഷനാക്കി, പറയുന്നത് എനിക്കതെല്ലാം അറിയാം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. ഇത് 2 പാർട്ടീഷനാക്കി ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു സ്ട്രാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച്, എന്നിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിങ്ങനെ വരുമ്പോൾ ഇത് കേളാവേണ്ടതാണ്. ഗൈസ് കറങ്ങി വരുന്നുണ്ട്. ചെറിയ കേൾസാണ്. ഈ കേളല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പോൾ ഈ കേളാണ് വന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻഡ് എടുക്കണം. അത്യാവശ്യം മുടിക്ക് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ സൈഡ് ഇപ്പം ഇത്രയും ചെയ്തു. സോഫ്റ്റ് കേൾസ് ആണ് ചെയ്തത്. എങ്ങനെയൊക്കെയോ ഇത്രയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഫുള്ള് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഫുള്ള് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിയാമമ്പലപ്രാവേ. അങ്ങനെ കഴിച്ച് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ബബ്ബൊക്കെ എടുത്തു. ഇവിടെ 2 സൈഡിൽ നമ്മൾ ചെറിയ സ്ട്രാൻഡ്സ് ഒക്കെ ഇട്ടു. ഇതിനകത്ത് കുറ്റപറ്റങ്ങളൊക്കെ കാണും. പിന്നെ ഞങ്ങൾ തന്നെ അത് അഡ്ജസ്റ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. ബാക്കിൽ ഇങ്ങനെ ഫുള്ള് കേൾസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയുണ്ട്? മാമിയെ കാണാൻ സൂപ്പറാണോ? സുന്ദരിയാണോ? സുന്ദരിയാണോ ചോദിച്ചു. സുന്ദരിയാന്ന് പറഞ്ഞേ. ആണോ? ആണ്. മാമി സുന്ദരിയാണോ? മാമി സുന്ദരിയാണോ? സുന്ദരിയാന്ന് പറ. എന്നാ ശരി, മീമ സുന്ദരിയാണോ? എങ്ങനെയുണ്ട് അനീഷേട്ടാ? എങ്ങനെയുണ്ട് അനീഷേട്ടാ? എന്റെ അനീഷേട്ടന്റെ ഭാര്യയുടെ ഹെയർ നോക്ക്. മേക്കപ്പ് അല്ല, ഹെയർ സൂപ്പർ, അടിപൊളി. നേരത്തെ ഞാൻ വിളിച്ചപ്പോ എവിടെ നടന്നതാ? ഞാൻ വിളിച്ചെടുക്കാൻ നോക്കിയപ്പോ നീ എന്ത് ഭയങ്കര ബഹളമായിരുന്നല്ലോ. വെറുതെ ഞാൻ ഇതൊന്നും അങ്ങോട്ട് വെച്ചോട്ടെ. ഞാൻ അങ്ങോട്ട് ഒന്നാം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിയ ഇനി അടുത്ത് നമ്മൾ ഉണ്ണിച്ചേട്ടനെ ഒരുക്കാൻ പോവാണ്. അപ്പൊ ഈ സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഈ സൈഡ് ചെയ്തിട്ടില്ല. ഈ സൈഡ് നമ്മൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ ചെയ്യാം. കുഞ്ഞെ പൊട്ടോട്ടെ. ഉണ്ണിച്ചന്റെ ഷെയ്ഡല്ല, വെറുതെ എടുത്ത് പരട്ടി. ശ്രദ്ധിക്കണ്ട അമ്പാനെ. അപ്പൊ ഗൈസ് നമ്മൾ ഓൾറെഡി സേവ് ദ ഡേറ്റിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ഇൻ ചെയ്തിട്ട് ഇനി അത് വെള്ളോട്ട് എടുത്തിടണം. പിന്നെ കമ്മലിടാനുണ്ട്. ഉണ്ണിച്ചടം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഉണ്ണിച്ചന്റെ താടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബില്ല് വാങ്ങിച്ച അഞ്ചേച്ചി ബില്ല് കൊടുത്തേക്ക്. ബില്ല് വന്നു. ഉണ്ണിച്ചേട്ടാ അപ്പുറത്ത് ഒരു ബില്ല് കൊടുത്തേര്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനിയും പണിയാൻ വേണ്ടി മാമ വെച്ച് കൊടുത്തില്ലേ? പോയി ഡ്രസ് ഇട്ട് ഡ്രസ്സ് കാണിക്കില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡ്രസ്സിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവർ 2ാമത്തെ ഡ്രസ്സ് ഇട്ടു. ജീൻസ് സെയിം തന്നെയാണ്. ഈ ടോപ്പ് പുതിയ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക പോണിറ്റെയിൽ കെട്ടി. ഇവർക്ക് എൻ്റെ പോലെയല്ല, നല്ല മുടിയുണ്ട്, അതുകൊണ്ട് എല്ലാം കൂടെ വലിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഇനി ഒരു ക്ലിപ്പും കൂടെ കുത്താം. അപ്പോൾ ഇത്
കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കും. പിന്നെ എനിക്ക് ഈ സൈഡിൽ ഇങ്ങനെ മുടി കിടക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ചുരുട്ടി നമ്മൾ ഇതിനകത്തോട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ബാക്കി പിന്ന് പോകുന്നത് മുടിയുടെ ഇടയിലോട്ട് പോകും. ഇനി നമ്മൾ മുടിയുടെ ബാക്ക് ഇതുപോലെ ഇരിക്കും. കുറച്ച് ഹൈ പൊണിയിട്ടല്ല ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കമ്മൽ ജസ്റ്റ് മാറിയിട്ട് വേറൊരു കമ്മൽ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്മൽ. മാല വേണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. വേറെ എൻ്റെ ഈ മാല തരട്ടെ ഞാൻ, ഈ കളർ നല്ലതല്ലേ? ഓക്കെ അല്ലേ? ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഡാർക്ക് ആക്കണം അല്ലേ? ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നു? നല്ലൊരു ഷെയ്ഡായില്ലേ? അപ്പം അതുമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലേ? താങ്ക് യു. ഓ, എൻ്റെ കഴിവുകളൊക്കെ എവിടെയെങ്കിലൊക്കെ എനിക്കിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത ഡ്രസ് ചേഞ്ച് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നല്ല രസമുണ്ട്. നീ ഇങ്ങനത്തെ ഹൂപ്സ് ഇടാത്താറേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഫൈനലി ഞാൻ മുമ്പത്തെ ഷൂട്ടിന് ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണ്. നമ്മുടെ ഷില്ലാറ്റ്സ് വെഡിങ് പ്ലാനേഴ്സ് തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ ഇവരുടെ വെഡിങ് എടുക്കുന്നത്. ഇത് എൻ്റെ റൂമാണ് കേട്ടോ ഗൈസ്. എൻ്റെ റൂമിൽ കയറി അതിക്രമിച്ച് അവരിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഷൂട്ടും പരിപാടിയും എല്ലാം കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഈ വീട് പണിയുടെയും കല്യാണത്തിൻ്റെ ഒക്കെ പുറകെ ഓടുന്ന കാരണം കാല് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു ഓർത്തോടെ വല്ല ചെരുപ്പുണ്ടോ എന്ന് നോക്കണം. ബിക്കോസ് നമുക്ക് പരിപാടികൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാതെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലാത്തത് കാരണം അതിനെ എങ്ങനെയും ക്യൂർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഫോട്ടോസ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാട്ടോ എടുത്തത്. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫോട്ടോസ് എല്ലാം. ഈ ഫോട്ടോസ് എല്ലാം ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള വീഡിയോസിൽ നമ്മുടെ പ്രിപ്പറേഷൻസ്, കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്നതാണ്. ഉണ്ണിച്ചേട്ടന് ഡ്രസ്സ് എടുക്കണം, പിന്നെ ദർശനയുടെ ബ്ലൗസിൻ്റെ നമ്മൾ സാരിയൊക്കെ എടുത്തു ഓൾറെഡി. ബ്ലൗസിൻ്റെ ഡിസൈൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഡ്രസ്സ് എന്താണെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ചിലത് ടാറ്റാ, ബൈ ബൈ, സീ യു.